പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, ഒരു 10 ഈത്തപ്പഴം, ഒരു 15 അണ്ടിപ്പരിപ്പ്, ഒരു 10 ബദാം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറി. ഇതെല്ലാം കൂടി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി കറക്റ്റ് 1 കപ്പ് ഉണ്ട് കേട്ടോ. 250 ml കപ്പിൽ കറക്റ്റ് 1 കപ്പ് ഉണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിന് നല്ല കറുത്ത കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യണത് ഒരുപാട് അങ്ങോട്ട് കരിയരുത് കേട്ടോ. അപ്പോൾ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് കയ്പ്പ് രസം വരും. അപ്പോൾ അതേ പഞ്ചസാര ഈ ഒരു കളറാവണം കേട്ടോ. ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മേൽക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡൊന്ന് തുറന്നിട്ടേ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താലും മേൽക്ക് തെറിക്കില്ല കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഇതിൽ വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ചായപാത്രത്തിൽ വരെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചായ പോലത്തെ ചായപാത്രം ഉണ്ടാവില്ലേ, അതിൽ വേണമെന്നുണ്ടെങ്കിലും ഒരു കേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ടിന്ന് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. കുക്കറിൽ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. ഒരു ബട്ടർ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. വൈറ്റ് പേപ്പർ ഇതേപോലെ ഓയിൽ തടവി കൊടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി. സൈഡിൽ വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് ഞാൻ സൈഡിലൊന്നും വെച്ച് കൊടുക്കുന്നില്ല. സ്റ്റീലിൻ്റെ ചായപാത്രത്തിലേക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു അരിപ്പ് എടുക്കുക. അതിലേക്കൊരു 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 2 നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 3 തവണയെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ജാതിക്കുരു അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ഏലക്ക, 2 കരയാമ്പൂ, പിന്നെ വേണ്ടത് ഡ്രൈ ജിഞ്ചർ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും കൂടരുത് കേട്ടോ. കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ മുന്തി നിൽക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാരയിൽ കൂടിയിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ മണമൊന്നും ഒട്ടും ഉണ്ടാവില്ല. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ചേക്കുന്ന മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും ഓയിലും കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഓയിലൊക്കെ തേച്ച് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചേക്കണ പാത്രത്തിലേക്ക് നമ്മളെ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, ഇതിലത്തെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. പഴയൊരു ദോശത്തവ അല്ലെങ്കിൽ പഴയൊരു പാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്തോട്ടാ. അതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക. താഴ്ന്നു പോകുന്നറിയില്ല കേട്ടോ, ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക. ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ ഒരു 30 മിനിറ്റ് ഒന്ന് കുറഞ്ഞ തീയിലിട്ടിട്ട് കേക്കൊന്ന് വെച്ചെടുക്കാം. അതേ ഇതിൻ്റെ ഹോളൊന്ന് ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കേക്ക് റെഡിയായോ നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് പുറമേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഉള്ളിലേക്ക് റെഡി ആയിട്ടുണ്ടോ ഒന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ അടിഭാഗം കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്. ഇതൊരു ദിവസം വെച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലത്തെ എല്ലാ ഫ്ലേവറും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടത്. ഇതൊരു ദിവസം വെച്ചതിന് ശേഷം കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.